ശ്യാം പ്രസാദ് ഉത്തമനിലേക്ക് പോകാം. ശ്യാമിലേക്ക് പോകുന്നതിന് മുൻപ് ഈ വിഷയം ഇത് ചിത്രീകരിച്ചത് കോൺഗ്രസ് ആണ്. സ്വാഭാവികമായും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി രമേശ് പിഷാരടിയോട് ഇതിനെപ്പറ്റിയുള്ള പ്രതികരണം ആരാഞ്ഞിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടമൊക്കെ നിൽക്കുന്ന സാഹചര്യത്തിൽ രമേശ് പിഷാരടിക്ക് കാര്യങ്ങൾ പറയുന്നതിന് ചില പ്രതിസന്ധിയുണ്ട്. എന്താണ് പിഷാരടി പറഞ്ഞത് ഈ വിഷയത്തിൽ എന്നുള്ളത് കൂടി കേൾക്കാം. തിരഞ്ഞെടുപ്പ് പെരുമാറ്റങ്ങൾക്ക് വിധേയനായിട്ട് നിൽക്കുന്ന ഒരാളാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബുദ്ധിമുട്ടുകളുണ്ട്, ഒരുപാട് നിയമങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ട്. അതുകൊണ്ട് ശ്യാം പ്രസാദ് ഉത്തമൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്യാം, അവിടേക്ക് ഈ ഒരു ആരോപണം വന്നു, ദൃശ്യങ്ങൾ പുറത്തു വന്ന സമയത്ത് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ അവിടേക്ക് എത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പാലക്കാട് കളക്ടറോട് ഇതുമായി ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രാഥമികമായി കമ്മീഷൻ ഉദ്യോഗസ്ഥർ ചോദിച്ചറിഞ്ഞ വിവരങ്ങൾ, അവരുടെ പ്രാഥമികമായ വിലയിരുത്തൽ എന്താണ് ഈ വിഷയത്തിൽ? അക്കാര്യത്തിൽ ഒരു വ്യക്തത കൃത്യമായ രീതിയിൽ വരേണ്ടതുണ്ട്. അതായത് ഇപ്പോഴും ഈ സ്ഥാനാർത്ഥി ആരോപിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, അതായത് അത് കോൺഗ്രസിന്റെ തിരക്കഥയിൽ മെനഞ്ഞ സാധനമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചതിന് പിന്നാലെ തന്നെ ഉടൻ തന്നെ ഇലക്ഷൻ കമ്മീഷന്റെ ഫ്ലൈയിങ് സ്ക്വാഡ് ഉടൻ തന്നെ എത്തിക്കുക, അവിടെ പരിഭ്രാന്തി സൃഷ്ടിച്ച് ഈ പറയുന്ന അവരെ ചോദ്യം ചെയ്യുക, അല്ലെങ്കിൽ അവരോട് ഈ കാര്യങ്ങൾ ചോദിച്ചറിയുക, ഈ കാര്യങ്ങളൊക്കെ വളരെ വേഗം തന്നെ നടക്കുകയുണ്ടായി. ഇതെല്ലാം നാടകീയത ആണ് എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കുന്നത്. അപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ വോട്ടിന് വേണ്ടി അല്ലെങ്കിൽ വോട്ടറെ സ്വാധീനിക്കാൻ വേണ്ടി പണം നൽകി എന്ന് പറയുന്ന രീതിയിൽ ഒരു ദൃശ്യങ്ങൾ അത് പ്രചരിക്കപ്പെടുന്നു. അതായത് ഒരു വെള്ള ചുരിദാറിട്ടൊരു സ്ത്രീ ഈ ആ അമ്മൂമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്നു. ആ അമ്മയുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ കൈ കൊടുത്ത് തിരികെ മടങ്ങുന്നതാണ്. പക്ഷേ ആ കൈ കൊടുത്ത് മടങ്ങുന്നതിന് എന്താണ് പ്രശ്നം എന്ന രീതിയിലുള്ള കാര്യങ്ങളുമൊക്കെ ഇവർ പറയുന്നുണ്ട്. പക്ഷേ അവിടെ കയ്യിൽ എന്തോ വെച്ച് കൊടുത്ത ശേഷം തിരിച്ചു മടങ്ങുന്നു. പക്ഷേ അതിനുശേഷം ആദ്യഘട്ടത്തിൽ മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് 5000 രൂപ തന്നു എന്ന കാര്യം, മരുന്ന് വാങ്ങിക്കാൻ എന്ന കാര്യം അത് പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ സ്ത്രീ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ ആര് എന്ന് സംബന്ധിച്ച് കൃത്യമായ രീതിയിൽ ഉത്തരം നൽകാൻ ആ BJPയുടെ പ്രവർത്തകർക്കോ ഈ പറയുന്ന രീതിയിൽ ശോഭാ സുരേന്ദ്രനോ കഴിഞ്ഞിട്ടില്ല. അവരാര് എന്നത് ശോഭാ സുരേന്ദ്രൻ പറയുന്നുമില്ല. എന്നാൽ ഈ ശോഭാ സുരേന്ദ്രന്റെ കാറിലിരിക്കുന്ന ദൃശ്യങ്ങൾ സഹിതമാണ് കാണിച്ചു കൊടുക്കുന്നത്. പക്ഷേ അക്കാര്യങ്ങൾ പറയാനും തയ്യാറായിട്ടില്ല. എന്തായാലും ഇത് സംബന്ധിച്ച് കൃത്യമായ രീതിയിൽ പോലീസിനും ഇലക്ഷൻ കമ്മീഷനും പരാതി നൽകും എന്ന കാര്യം തന്നെയാണ് ഈ സ്ഥാനാർത്ഥി ആവർത്തിച്ച് പറയുന്നത്. എന്തായാലും ഈ 10-ാം തീയതിക്ക് ശേഷം തനിക്ക് ചില കാര്യങ്ങൾ തുറന്നു പറയാനുണ്ട്, ചില കാര്യങ്ങൾ പുറത്തുവിടാനുണ്ട് എന്ന കാര്യം കൂടി ആ ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ അല്പം മുമ്പ് മാധ്യമങ്ങളെ കണ്ട ശേഷം പറയുകയുണ്ടായി. അതായത് നിലവിലത്തെ UDF സ്ഥാനാർത്ഥിക്ക് എതിരെ വരെ ഗുരുതരമായ രീതിയിലുള്ള ആരോപണങ്ങൾ അത് 10-ാം തീയതിക്ക് ശേഷം താൻ പറയും എന്ന കാര്യം കൂടി ശോഭ ഒരു മുന്നറിയിപ്പ് പോലെ പറയുകയും ചെയ്തിട്ടുണ്ട്. ആര്യ, ശരി, ഒരു മുന്നറിയിപ്പ് പോലെ അത് പറയുന്നുണ്ട്. അപ്പോൾ ഇനി എങ്ങനെയായിരിക്കും ഈ വിഷയത്തിൽ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അറിയേണ്ട കാര്യം. ഈ വോട്ട് ഇതിൽ പറഞ്ഞതുപോലെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണം നൽകുന്നതിലൊക്കെ വലിയ പ്രതിസന്ധിയുണ്ട്. മാതൃകാ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന സാഹചര്യമാണ്. നിശബ്ദ പ്രചാരണത്തിന്റെ ദിവസമാണ്. നമുക്കറിയാം, അടൂരിലെ സ്ഥാനാർത്ഥി UDF സ്ഥാനാർത്ഥി ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പൊട്ടിക്കരഞ്ഞിരുന്നു. അതിനെതിരെ തന്നെ കേസെടുക്കാനുള്ള അതിനെതിരെ നടപടി വേണമെന്നൊക്കെ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്.